കത്ത പച്ച. പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാക്കി ഇതെന്തോന്ന് പേരുടെ ഇത്. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, ഒരു ഒന്നൊന്നര തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തീ തന്നെയാണ് കേട്ടോ. ഉള്ള കാര്യം പറയുന്നതിന് എന്താണ്, അതായത് നമ്മളെല്ലാം ഏതോ ഒരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബബ്ബ ടീം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വൃത്തികെട്ട ടീമിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കാൻ്റെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ രോഗം അപ്പോൾ തുടങ്ങുകയാണെന്ന് ചൊറിച്ചൽ എന്ന് പറഞ്ഞാൽ എമ്മാതിരി ചൊറിച്ചലാന്നല്ലേ. അതായത് ഈ ദിലീപിൻ്റെ ടീംസ് ആയാലും ശരി, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ടീംസ് ആയാലും ശരി, ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂയാടോ, മരണ അസൂയാന്ന് അവന്മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ എന്ന് പറഞ്ഞാൽ ഇത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവന്മാരെ സൂക്ഷിച്ചോ. കാരണം എന്താ വെച്ചാൽ ഇവന്മാർക്ക് മമ്മൂക്ക എന്ന് പറയുന്ന നടനോട് ഒരു അലർജി പോലെയാണ്. ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ വന്നു, മോഹൻലാലിന്റെ അടപ്പ് തള്ളിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് വൃഷിഭ വന്നപ്പോൾ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തിനധികം പറയുന്നേ, ലാലേട്ടന്റെ ആരാധകർ പോലും ഉപേക്ഷിച്ച ഒരു സിനിമയാണ് വൃഷിഭ എന്ന് പറയുന്ന സിനിമ. അതിന്റെ ക്ഷീണവും കാര്യങ്ങളും വേദനയും വിഷമങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ ചത്ത പച്ചയുടെ മേലെ തീർക്കാം. ആ സിനിമയെ നമുക്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്ക്. ഞാൻ ഏതായാലും ഈ സിനിമയെ പറ്റിയിട്ടൊന്നും പറയാനേ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ രസങ്ങൾ നിങ്ങൾ കാണണ്ട, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം മക്കളെ. ഞാൻ ഒന്നും പറയുന്നില്ല, ഒന്നും പറയാനില്ലാതാനും. അതുപോലുള്ളൊരു സിനിമയാണ്. ഒരു ഐറ്റം തീ എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു തീയാന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മമ്മൂക്കാനെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വലിച്ചിട്ടിട്ട് നിങ്ങൾ അങ്ങനെ ഊശാളിയാക്കാൻ നോക്കണ്ട. അതുമാത്രമാണ്. കാരണം മമ്മൂക്ക ഈ സിനിമയിലുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വലിച്ചു കയറാം എന്നുള്ള തരത്തിലാണ് ഇവിടെ ചില ആൾക്കാർ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് മമ്മൂക്കയോടാണ് ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം, അല്ലാതെ മലയാള സിനിമയോടോ മറ്റുള്ള ആൾക്കാരോടോ അർജുന അശോകനോടോ അല്ലെങ്കിൽ സംവിധായകനോടോ മറ്റുള്ളവരോടോ ഒന്നുമില്ല. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പേരിനോടാണോ മമ്മൂക്കയോടാണോ എന്നെനിക്കറിയില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവറ്റകളെ എങ്ങനെയെങ്കിലും ഒന്ന് നിലക്ക് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വരുമ്പോൾ മാത്രം യുവമാർക്ക് ഇളകുന്നതാണ്. കാരണം അങ്ങേർക്ക് പ്രായമായി, ഇല്ലെങ്കിൽ അങ്ങേർക്ക് വേറെ എന്തോ ഒരു വിഷമത്തിലാണ്, അല്ലെങ്കിൽ അങ്ങേരെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആവേശം വരുന്നത്. മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു റോള് വന്നു കഴിഞ്ഞ് ഇവർ ഭയങ്കര ആവേശത്തോടു കൂടി എടുക്കുകയും, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുടെ റോള് വരുമ്പോൾ അത് വളരെ മോശമായ രീതിയിൽ പറയുകയും ചെയ്യുന്നത് ഓരോരുത്തൻ്റെ ഓരോ രീതിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏട്ടൻ്റെ സിനിമകൾക്കെല്ലാം പോയിട്ട് എന്ത് തല്ലിപ്പൊളി ഉണ്ടെങ്കിലും പറയും. പക്ഷെ ഇവരോടൊക്കെ എനിക്കൊരു ചോദ്യം ചോദിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ വൃഷഭ എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കോടി പോലും കളക്ഷൻ തികയ്ക്കാത്തത്? എന്താണ് വൃഷഭക്ക് പറ്റിയത്? ഇപ്പൊ തിയേറ്ററുകാരൊക്കെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് ദൃശ്യത്തിന് വേണ്ടിയിട്ടാണ്. ദൃശ്യത്തിന്റെ ഈ വൃഷഭേന്റെ പൈസ ദൃശ്യത്തിലൂടെ പിടിച്ചു തരാം എന്നാണ് ഇപ്പൊ നമ്മളെ ലാലേട്ടൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയായിരിക്കാം. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചോട് കൂടിയിട്ട് നമ്മുടെ ലാലേട്ടന്റെ വില മൊത്തത്തിൽ പോയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീ പ്രേക്ഷകരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന ദിലീപിന്റെ കൂടെ ഒരു റോള് പോയി ചെയ്തിട്ട് അതൊരു ഉപകാരവും ഇല്ലാതെ അത് വെറും പൊളിയായിട്ടുള്ള ഒരു റോളുമായിരുന്നു. ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ എന്നാൽ ദില്ലി ബാലന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ഒരു വസ്തുവിന് കൊള്ളാത്ത ഒരു റോളാണ് അങ്ങേരെ എടുത്ത് തലയിൽ വെച്ചതെന്ന് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മുടെ ലാലേട്ടന് വേണ്ടതെന്ന് പറഞ്ഞ ഒരു വിശ്രമം തന്നെയാണ്. ആ വിശ്രമിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതിന് പകരമായിട്ട് എന്താണെന്നറിയാം, മമ്മൂക്കയുടെ ടീമിനെ പോയിട്ട് നമുക്ക് ചൊറിയാം, അല്ലെങ്കിൽ മമ്മൂക്കയെ പോയിട്ട് നമുക്ക് പഞ്ഞിക്കിടാം. ചില ആൾക്കാർക്ക് പണ്ടേ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ചിലയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ്, വേറെ ആരുമല്ല. മമ്മൂക്ക എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന അലർജിക്ക് കാരണം എന്താണ്? മട്ടാഞ്ചേരി മാഫിയ തലവനാണ് മമ്മൂട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഇവിടുത്തെ ഉള്ള എല്ലാ തലവന്മാരും. മലയാള സിനിമയുടെ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള തലവനാണ് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ സമൂഹ മാധ്യമത്തിന്റെ മുന്നിൽ അപമാനിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേരെ മകനെയും കുറിച്ച് തോന്നിയവാസങ്ങൾ പറയുക. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോഴും പൊതുവായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു സിനിമയും അതിൻ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർക്കൊക്കെ ഭ്രാന്തായിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ഏട്ടൻ ഫാൻസ് ആയാലും അതുപോലെ അനിയൻ ഫാൻസ് ആയാലും രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയയുണ്ട്. ബബ്ബ എന്ന് പറയുന്ന ഒരു
ഒരു സിനിമ നല്ല രീതിയിൽ 8 നിലയിൽ പൊട്ടിയത് കൊണ്ട് മാത്രം ഈ സിനിമയ്ക്കെതിരെ നമുക്ക് നീങ്ങാം എന്നുള്ള തരത്തിലും കുറേ എണ്ണം വരുന്നുണ്ട്. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ മമ്മൂക്കയെ കണ്ട് പഠിക്കാദ്യം. ആ മനുഷ്യൻ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അത് ഒരാൾക്ക് പോലും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയെ സിനിമയായിട്ടും, അതുമാത്രവുമല്ല അങ്ങേരുടെ ആ പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതരത്തിലും അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു വിസ്മയം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. എന്തിനധികം പറയുന്നത്, പല ആൾക്കാർക്കും ഇവിടെ ബുദ്ധിയില്ലാത്ത ചില കോമരങ്ങൾ, ന്യൂമാർക്കാണ് ഏറ്റവും കൂടുതൽ അസൂയ. ഇവന്മാർക്ക് മമ്മൂക്കയുടെ ഒരു സിനിമ കാണുമ്പോഴുണ്ടാകുന്ന അസൂയാണ് ഇവിടെ, വേറെ ഒന്നുമല്ല. ഏതായാലും ചത്താ പച്ച എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു മകളെ, പൈസ മുതലാകും. അതായത് ഇതിനൊക്കെ ഇത് പെണ്ണ് കേസ്, എന്തൊരു ആണ് കേസ്, എന്തൊരു അയ്യോ എൻ്റെ 130 ഉറുപ്പ്യാന്ന് പോയത്. അങ്ങനെ പല സിനിമകൾ. വൃഷഭ ഞാൻ കാണാൻ പോയില്ല, ഞാൻ തിരിച്ചു വരുമോ ഇതിന്. കാരണം എന്താണെന്നറിയാം, വൃഷഭ കണ്ടിട്ട് ഒരു കാര്യമില്ല എന്ന് അവിടെയില്ല ആൾക്കാരെല്ലാം പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുമോ ഇതിന്. പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമ അനാവശ്യമായിട്ട് പോയിട്ട് കണ്ടതാണ്, അതും അങ്ങനെ ഓളായി. ഏതായാലും ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ ചത്താ പച്ച എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നിറങ്ങിയത്. ഏതായാലും അത് വളരെയധികം സന്തോഷം തന്ന ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ സംവിധായകനായാലും അതുപോലെ പുതിയ പുതിയ പിള്ളേരെ അർജുൻ അശോക, റോഷ, നമിച്ചു മക്കളെ, പിന്നെ നമ്മളെ മൃദുൽ നായര ഒരു ഭയങ്കരമായിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ഉള്ള കാര്യം പറയുന്നത് എന്താ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക ഇനിയും ഒരു 10 കൊല്ലം കുറഞ്ഞതുപോലെ, 10 വർഷം കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പിന്നെ മമ്മൂക്കാൻ്റെ പേര് ഇതിൽ വലിച്ചയച്ചിട്ട് അങ്ങേരെ മോശപ്പെടുത്താൻ ആരും നിൽക്കരുത്. മമ്മൂക്ക ഫാൻസോട് എനിക്ക് പറയാനുള്ളത്, ഈ മോഹൻലാൽ ഫാൻസിനെ അങ്ങ് വിട്ടേരെ. കാരണം ഇത് മോഹൻലാൽ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയൊന്നും അല്ല. മോഹൻലാൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒറിജിനൽ ഫാൻസോ ഒന്നും അല്ല ഇതിന് മുമ്പിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില അവസരങ്ങളിലൊക്കെ ഇവരുടെ വാക്ക് കേൾക്കുമ്പോൾ അതൊരു വർഗീയത തുപ്പുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിഷം ചീറ്റുകയാണ് ചില ടീമുകൾ ചെയ്യുന്നത്. എന്തൊരു വൃത്തികെട്ട അവസ്ഥയാണെന്നറിയാം. മറ്റുള്ളവരെ ഒരാൾക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് മമ്മൂക്ക ഒരു സിനിമ ഇല്ല, മമ്മൂക്ക വരുമ്പോൾ മാത്രം ചില ആൾ പിന്നെന്താ പറയേണ്ടത് ഇതുപോലെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് ഇതിനൊരു നല്ലൊരു മറുപടി കൊടുക്കുക വേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്യരുത് മക്കളെ. ഇത് തിയേറ്ററിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് ടി വിയിലൊക്കെ കണ്ട പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാനുള്ള ഇതുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴിങ്ങനെ കാണുമ്പോഴില്ല ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. എന്തൊക്കെ ഈ പേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയും തമ്മിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചത്താ പച്ച ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇങ്ങനെ കമൻറ്റ് എഴുതുന്ന കുറേ വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോഴേ നിൻ്റെയൊക്കെ ബബ്ബ ടീമുകൾ ഇപ്പോഴും പൊളിഞ്ഞ് പമ്പരമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. ആ പൊളിഞ്ഞു വരുന്ന ടീമിന് എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും വരുമല്ലോ 8ൻ്റെ സിനിമ, ഇനിയും വരുമല്ലോ. ഇവിടെ കിടന്നിട്ട് ഈ വന്നവൻ്റെ ഇത് ഭാരം നടത്തുന്ന അവര് ഈ പിന്നെ എന്താ പറയുക ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പാടിനാണ് ഇനി 8ൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ബബ്ബ വിജയിപ്പിക്കാൻ തന്നെ പല അഭ്യാസങ്ങളും കൊടുത്ത് എന്നിട്ട് ഒരു രക്ഷയില്ല. ഏതായാലും എല്ലാവരും ചത്താ പച്ച പോയി കണ്ടോ മക്കളെ, ഒരു നഷ്ടവും വരില്ല. നന്ദി, നമസ്കാരം.